ചുവടെ തന്നിരിക്കുന്ന സംഭവങ്ങളുടെ ശരിയായ കാലഗണന രീതി തിരഞ്ഞെടുക്കുക. ബോസ്റ്റൺ ടീ പാർട്ടി സംഭവം, പാരീസിലെ ബാസ്റ്റൽ കോട്ടയുടെ പതനം, ഫ്രഞ്ച് മനുഷ്യാവകാശ പ്രഖ്യാപനം. ചുവടെ തന്നിരിക്കുന്ന സംഭവങ്ങളിൽ ഡച്ചുകാരുമായി ബന്ധപ്പെട്ടത് കുളച്ചൽ യുദ്ധം. പോളാവാരം ജലസേചന പദ്ധതി നിർമ്മിച്ചിരിക്കുന്നത് ഏത് നദിയിലാണ്? ഗോദാവരി. ഗാസ യുദ്ധം സംബന്ധിച്ച് ചുവടെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന. 1, 2 പ്രസ്താവനകൾ ശരിയാണ്. ഗാസ യുദ്ധം അവസാനിപ്പിക്കുവാനുള്ള ഉച്ചകോടി 2025 ഒക്ടോബർ 23 ഈജിപ്തിലെ ഷരം അൽ ഷെയ്ഖിൽ നടന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഈജിപ്തിലെ പ്രസിഡന്റ് അബ്ദെൽ ഫത്താഹ് അസീസിയും ആണ് അധ്യക്ഷത വഹിച്ചത്. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ ജോഡി അല്ലെങ്കിൽ ജോഡികൾ 1, 2 എന്നിവ ശരിയാണ്. ഹിതകരണി സമാജം, വീരേശലിംഗം, സ്വാഭിമാന പ്രസ്ഥാനം, ഇ.വി. രാമസ്വാമി നായ്ക്കർ. ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് രണ്ടാമത്തെ പ്രസ്താവന മാത്രമാണ് ശരി. ചമ്പാരനിലെ സമരം നീലം കർഷകർക്ക് വേണ്ടിയായിരുന്നു. ഭൂമിയും ചന്ദ്രനും സൂര്യനും നേർക്കുനേർ വരുമ്പോൾ രൂപപ്പെടുന്ന വേലി വാവുവേലി. ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടി. ഖാദർ ഏത് മണ്ണിന്റെ വകഭേദമാണ്? എക്കൽ മണ്ണ്. അന്തരീക്ഷ ആർദ്രത അളക്കുന്ന ഉപകരണം ഹൈഗ്രോമീറ്റർ. പകലത്തെ സൂര്യതാപമേറ്റ് പർവ്വതച്ചരിവിലെ വായു വികസിച്ചുയരുന്നത് മൂലം താഴ്വരയിലെ നിന്ന് പർവ്വതമുകളിലേക്ക് കാറ്റ് വീശുന്നത് എങ്ങനെ അറിയപ്പെടുന്നു? താഴ്വരക്കാറ്റ്. 2025 വയലാർ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ഇ. സന്തോഷ് കുമാർ. കോളനി ഭരണകാലത്തെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. 1, 3 പ്രസ്താവനകൾ ശരിയാണ്. കാർഷിക മേഖല മുരടിപ്പിലായിരുന്നു. ഭൂ ഉടമ സമ്പ്രദായം കാർഷിക മുരടിപ്പിന്റെ പ്രധാന കാരണമായി. ഹരിത വിപ്ലവത്തിന്റെ രണ്ടാം ഘട്ടം ആരംഭിച്ചത് 1970 പകുതി മുതൽ 1980 പകുതി വരെ. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ വായിച്ച ശേഷം ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. 2, 3 എന്നിവ ശരിയാണ്. ഗാട്ടിന്റെ പിൻഗാമിയാണ് WTO. ഗാട്ട് സ്ഥാപിതമായത് 1948 WTO സ്ഥാപിതമായത് 1995. ഒരു രാജ്യത്തിന്റെ ആരോഗ്യപരമായ അവസ്ഥ മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന സൂചകം ശിശുമരണ നിരക്ക്, ആയുർദൈർഘ്യം, പകരുന്നതും അല്ലാത്തതുമായ അസുഖങ്ങളുടെ സാന്നിധ്യം. നീതി ആയോഗുമായി യോജിക്കാത്ത പ്രസ്താവന. നീതി ആയോഗ് ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. ഇന്ത്യയുടെ G20 പ്രസിഡൻസിയുടെ പ്രമേയം 2023 ഒരു ഭൂമി, ഒരു കുടുംബം, ഒരു ഭാവി. 6 മുതൽ 14 വയസ്സുവരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസത്തിന് വ്യവസ്ഥ ചെയ്തിരിക്കുന്ന ഭരണഘടനാ ഭേദഗതി 2002. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റ് ഓപ്ഷൻ എ ആണ്. 44 സിവിൽ നിയമ സംഹിത. 63 ഭാരതത്തിന് ഒരു ഉപരാഷ്ട്രപതി. 79 പാർലമെന്റ് രൂപീകരണം. ഒരു ബിൽ പണബില്ലാണോ എന്ന് തീരുമാനിക്കുന്നതിന് അധികാരം നിക്ഷിപ്തമായിരിക്കുന്നത് ലോക്സഭാ സ്പീക്കറിലാണ്. വിവരാവകാശ നിയമപ്രകാരം എത്ര വർഷം മുൻപ് വരെയുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത്? 20 വർഷം. ജുഡീഷ്യൽ റിവ്യൂ എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ചത് മർബറി വേഴ്സസ് മാഡിസൺ കേസ് 1803. താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന. 1, 4 എന്നിവ തെറ്റാണ്. ഇന്ത്യൻ ഉപരാഷ്ട്രപതി ലോക്സഭയിലെയും രാജ്യസഭയിലും അംഗമല്ല. ഇന്ത്യൻ പാർലമെന്റ് ഒരു ദ്വിമണ്ഡല സഭയാണ് എന്നീ പ്രസ്താവനകൾ ശരിയാണ്. മതപരമായ ആചാരങ്ങൾ തീരുമാനിക്കുവാനുള്ള അവകാശം അതാത് മതങ്ങൾക്ക് നൽകുന്നത് ആർട്ടിക്കിൾ 26. പ്രൊരോഗേഷൻ എന്നത് ഒരു സെഷൻ അവസാനിക്കുന്നു. താഴെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏത് നടനെയാണ് വോട്ടർ ബോധവൽക്കരണത്തിനായി നിലവിൽ ദേശീയ പ്രതീകമായിട്ട് അംഗീകരിച്ചത്? രാജ്കുമാർ റാവു. നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി പ്രകാരം സംസ്ഥാനത്തിലെ അംഗപരിമിതർക്ക് എത്ര രൂപയാണ് വാർഷിക ചികിത്സാ സഹായം ലഭിക്കുന്നത്? 1 ലക്ഷം രൂപ. കേരളത്തിൽ MC ജോസഫൈൻ തൊട്ട് മുൻപ് വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആയിരുന്നത് ശ്രീമതി KC റോസക്കുട്ടി. താഴെ തന്നിരിക്കുന്നവയിൽ കേരള ഗവൺമെന്റിന്റെ സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതി സുകൃതം. P. സച്ചിദാനന്ദന്റെ ഏത് നോവലിലെ കഥാപാത്രത്തിനാണ് പേര് ഇല്ലാത്തത്? മരണ സർട്ടിഫിക്കറ്റ്. ഓസോൺ പാളിയുടെ ശോഷണത്തിന് കാരണമാകുന്ന പ്രധാന വാതകം ക്ലോറോഫ്ലൂറോ കാർബൺ. താഴെ പറയുന്നവയിൽ പൂർണ്ണമായും ജീവിതശൈലി രോഗമല്ലാത്തത് മലേറിയ. മനുഷ്യ ശരീരത്തിൽ പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്ന അവയവം കരൾ. സൺഷൈൻ വിറ്റമിൻ എന്നറിയപ്പെടുന്നത് വിറ്റമിൻ D. പിങ്ക് റിബൺ ഏത് രോഗത്തിന്റെ ബോധവൽക്കരണത്തിന്റെ പ്രതീകമാണ്? സ്തനാർബുദം. കേരളത്തിൽ സർക്കാർ തലത്തിൽ നടപ്പിലാക്കി വരുന്ന മരണാന്തര അവയവദാന പദ്ധതി മൃതസഞ്ജീവനി. പാസ്കൽ നിയമം പ്രയോജനപ്പെടുത്തുന്നത് സിറിഞ്ചിന്റെ പ്രവർത്തനം ഹൈഡ്രോളിക് ബ്രേക്കുകളിൽ ദന്ത ഡോക്ടറിന്റെ കസേരയിൽ.
ഇലക്ട്രോ മാഗ്നറ്റിക് തരംഗങ്ങളെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ശരിയല്ലാത്തത്: 1, 2 എന്നിവ ശരിയല്ല. പ്രവേഗ വ്യത്യാസം വരുത്തുന്ന ഇലക്ട്രോണുകളിൽ നിന്നാണ് റേഡിയോ വേവ്സ് ഉണ്ടാകുന്നത് എന്ന പ്രസ്താവന ശരിയാണ്. 20 കിലോഗ്രാം ഭാരമുള്ള ഒരു വസ്തു നിശ്ചലാവസ്ഥയിൽ നിന്ന് 20 മീറ്റർ/സെക്കൻഡ് പ്രവേഗം ആർജിക്കുന്നു. ഈ വസ്തു ചെയ്ത പ്രവൃത്തി. ഓപ്ഷൻ എ 4000 ജൂൾ. 2025 നവംബർ 2-ാം തീയതി ISRO ഭ്രമണപഥത്തിൽ എത്തിച്ച സ്പേസ് ഡ്രാഫ്റ്റ് CMS-03യുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന: LVM-3 എന്ന വിക്ഷേപണ റോക്കറ്റാണ് ഇതിന് ഉപയോഗിച്ചത്. ഇതൊരു കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് ആണ്. താഴെ പറയുന്ന 3 ക്വാണ്ടം സംഖ്യകളാൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഓർബിറ്റുകളിൽ ഏതിനാണ് കാന്തികക്ഷേത്രത്തിന്റെ അഭാവത്തിൽ ഒരേ ഊർജ്ജം ഉണ്ടായിരിക്കുന്നത്? ഓപ്ഷൻ സി 2, 4 എന്നിവയ്ക്കാണ് ഒരേ ഊർജ്ജം ഉണ്ടായിരിക്കാം. താഴെ പറയുന്നവയിൽ ഏത് ക്രമീകരണമാണ് അതിനു നേരെ പരാമർശിച്ചിരിക്കുന്ന സ്വഭാവത്തിന് അനുസൃതമല്ലാത്തത്? ഓപ്ഷൻ ബി ആണ്. ലോഹ സ്ഥാന ചലന പ്രതിപ്രവർത്തനങ്ങളെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവന: ഇരുമ്പ് കോപ്പർ സൾഫേറ്റിൽ നിന്ന് കോപ്പറിനെ നീക്കം ചെയ്യുന്നു. 2025 രസതന്ത്ര നൊബേൽ സമ്മാനം ലഭിച്ചവരുടെ പട്ടികയിൽ ഉൾപ്പെടാത്തത്: ജോൺ എം മാർട്ടിനെസ്. താഴെ പറയുന്നവയിൽ കിളിപ്പാട്ട് വൃത്തവുമായി അറിയപ്പെടുന്നത് ഏതാണ്? കേക. മലയാളത്തിലെ ആദ്യ നിശബ്ദ ചലച്ചിത്രത്തിന്റെ പേര് വിഗതകുമാരൻ. മാപ്പിളപ്പാട്ടിലെ ഈണത്തിന്റെ താളക്രമം അറിയപ്പെടുന്നത് ഇശൽ. ഇന്ത്യൻ ക്രിക്കറ്റിൽ സച്ചിന് മുൻപ് ജന്മം കൊണ്ട ബാറ്റിംഗ് ഇതിഹാസം സുനിൽ ഗവാസ്കർ. തക്ബുർനി എന്ന സമകാല നോവൽ രചിച്ചത് വന്ദന. അതിന്റെ മാത്സ് ക്വസ്റ്റ്യൻസ് ആണ്, ആൻസർ മാത്രമാണ് പറയുന്നത്. 51 ഓപ്ഷൻ ബി, 52 ഓപ്ഷൻ സി, 53 ഓപ്ഷൻ ഡി, 54 ഓപ്ഷൻ എ, 55 ഓപ്ഷൻ ഡി, 56 ഓപ്ഷൻ സി, 57 ഓപ്ഷൻ ഡി, 58 ഓപ്ഷൻ ബി, 59 ഓപ്ഷൻ സി, 60 ഓപ്ഷൻ ഡി. പ്രൊജക്ട് ടൈഗറുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന: ഓപ്ഷൻ സി 3 ഓൺലി. ദേശീയ കടുവാ സംരക്ഷണ അതോറിറ്റിയുടെ അധ്യക്ഷൻ കേന്ദ്ര വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രിയാണ്. ഒരു പ്രദേശം ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കുന്നത് ഏത് നിയമത്തിലെ വ്യവസ്ഥയ്ക്ക് അനുസൃതമായാണ്? വന്യജീവി സംരക്ഷണ നിയമം. എലിഫന്റ് റിസർവുമായി ബന്ധപ്പെട്ട് ശരിയായ വസ്തുത: 2, 3 എന്നിവ ശരിയാണ്. ഏറ്റവും കൂടുതൽ വിസ്തീർണമുള്ള എലിഫന്റ് റിസർവ് ആനമുടിയാണ്. നിലമ്പൂർ എലിഫന്റ് റിസർവിന്റെ ഭൂപ്രദേശം മലപ്പുറം, കോഴിക്കോട്, വയനാട്, പാലക്കാട് എന്നീ റവന്യൂ ജില്ലകളിൽ വ്യാപിച്ചു കിടക്കുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ ജൈവമണ്ഡല റിസർവ് നീലഗിരി. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വനാവരണമുള്ള സംസ്ഥാനം മധ്യപ്രദേശ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ആഗോളതാപനത്തിന്റെ സൂചകങ്ങൾ 1, 2, 3 എന്നിവ ശരിയാണ്. സമുദ്രനിരപ്പ് ഉയരുന്നത്, ആവാസ വ്യവസ്ഥയിലെ മാറ്റങ്ങൾ, ഐസ് ഘടനയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ. കരിമ്പുഴ വന്യജീവി സങ്കേതത്തെക്കുറിച്ച് ശരിയായ പ്രസ്താവന: 2, 3 എന്നിവ ശരിയാണ്. ചോല നായ്ക്കന്മാർ താമസിക്കുന്ന മാഞ്ചേരി കോളനി വന്യജീവി സങ്കേത പരിധിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. മലപ്പുറം ജില്ലയിലെ ന്യൂ അമരമ്പലം സംരക്ഷിത വനത്തിന്റെ ഭാഗങ്ങൾ വന്യജീവി സങ്കേതത്തിൽ ഉൾപ്പെടുന്നു. ഡോണ്ട് ബൈറ്റ് റെബൽ എന്നത് ഏത് സംഘടനയുടെ നേതൃത്വത്തിലുള്ള പ്രചാരണ പരിപാടിയാണ്? ട്രാഫിക്. IUCN വർഗീകരണമനുസരിച്ച് സഹ്യപർവ്വത വനങ്ങളിൽ ഗുരുതര വംശനാശ ഭീഷണി നേരിടുന്ന വിഭാഗത്തിൽപ്പെട്ട ജീവി മലബാർ വെരുക്. കമ്മ്യൂണിറ്റി റിസർവ് സംബന്ധിച്ച് ശരിയായവ തിരഞ്ഞെടുക്കുക. കടലുണ്ടി വള്ളിക്കുന്ന് ആണ് കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിറ്റി റിസർവ്. വന്യജീവി സംരക്ഷണ നിയമത്തിലെ വ്യവസ്ഥയ്ക്കനുസരിച്ചാണ് കമ്മ്യൂണിറ്റി റിസർവ് രൂപീകരിക്കുന്നത്. കടലുണ്ടി വള്ളിക്കുന്ന് റിസർവിന്റെ വിസ്തീർണം 1.5 ചതുരശ്ര കിലോമീറ്റർ ആണ്. ചേരുംപടി ചേർക്കാനാണ് ചോദ്യം. ജനുവരി 5 ദേശീയ പക്ഷിദിനം. ഏപ്രിൽ 22 ഭൗമദിനം. സെപ്റ്റംബർ 16 അന്താരാഷ്ട്ര ഓസോൺ ദിനം. മെയ് 22 അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം. താഴെ കൊടുത്തിരിക്കുന്ന നിയമങ്ങളും അവ നടപ്പിലാക്കിയ വർഷങ്ങളും ചേരുംപടി ചേർക്കുക. ഇന്ത്യൻ വന നിയമം 1927. വന്യജീവി സംരക്ഷണ നിയമം 1972. കേരള വന നിയമം 1961. ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് 1980. കേരളത്തിലെ ആദ്യ റിസർവ് വനം കോന്നി. ഓപ്പറേഷൻ തണ്ടർ 2023 നടത്തിയത് എന്തിനു വേണ്ടിയാണ്? അന്താരാഷ്ട്ര തലത്തിലുള്ള വന്യജീവി കള്ളക്കടത്ത് കണ്ടെത്തി നടപടി സ്വീകരിക്കുന്നതിന്. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന: എല്ലാം ശരിയാണ്. UNEP-യുടെ പ്രഖ്യാപനമനുസരിച്ച് 2024 ലോക പരിസ്ഥിതി സമ്മേളനത്തിന് ആതിഥേയം വഹിച്ചത് സൗദി അറേബ്യയാണ്. 2021 മുതൽ 30 വരെ UNEP പരിസ്ഥിതി പുനഃസ്ഥാപന ദശാബ്ദമായിട്ട് ആചരിക്കുന്നു. 1972 UN ജനറൽ അസംബ്ലി സമ്മേളനമാണ് ജൂൺ 5 പരിസ്ഥിതി ദിനമായി ആചരിക്കുവാൻ തീരുമാനിച്ചത്. താഴെ പറയുന്നവയിൽ പ്രൊജക്ട് എലിഫന്റ് രൂപീകരിച്ചതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ: കാട്ടാനകളുടെയും അവയുടെ ആവാസ വ്യവസ്ഥയുടെയും ഇടനാഴികളുടെ സംരക്ഷണം, മനുഷ്യ
വന്യമൃഗ സംഘർഷം മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുക, കാട്ടാനകളുടെ ക്ഷേമം ഉറപ്പാക്കുക. റെഡ് ഡാറ്റ ബുക്ക് കറുത്ത നിറത്തിലുള്ള കോഡ് നൽകിയിരിക്കുന്നത് ഏതുതരം ജീവികൾക്കാണ്? വംശനാശം സംഭവിച്ചവർ. വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ഡെറാഡൂൺ. ജീവനക്കാരുടെ സെൻസിറ്റീവായ വ്യക്തിഗത വിവരങ്ങൾ കൈകാര്യം ചെയ്തിരുന്ന ഒരു കോർപ്പറേറ്റ് സ്ഥാപനം ആ വിവരങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ അശ്രദ്ധ കാണിച്ചു. അതുവഴി ജീവനക്കാർക്ക് നഷ്ടം സംഭവിച്ചു. ഡാറ്റ സംരക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ടതിന് ജീവനക്കാർക്ക് ആ സ്ഥാപനത്തിൽ നിന്ന് നഷ്ടപരിഹാരം ആവശ്യപ്പെടാൻ കഴിയുമോ? അതെ. സെക്ഷൻ 43A ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് പ്രകാരം നഷ്ടപരിഹാരം നൽകാൻ ബോഡി കോർപ്പറേറ്റ് ബാധ്യസ്ഥമാണ്. ചേരുംപടി ചേർക്കുക. 66C ഐഡന്റിറ്റി മോഷണത്തിനുള്ള ശിക്ഷ, 66E സ്വകാര്യതാ ലംഘനത്തിനുള്ള ശിക്ഷ, 66F സൈബർ ഭീകരതയ്ക്കുള്ള ശിക്ഷ. Either you or I am to choose the post. The passive form of you need to submit the document. The document need to be submitted. They were not ashamed to hug each other. Get ready for the descent is an example of imperative sentence. She will take up the position of a manager tomorrow. Choose the correctly spelled word. Option C ആണ് ആൻസർ. If I knew her address, I could write a letter to her. 88ന് ആൻസർ ഓപ്ഷൻ സി ആണ്. സിനോണിം ആയിരുന്നു ക്വസ്റ്റ്യൻ. I asked him, can you join the team today? Change the sentence into reporter speech. I asked him if he could join the team on that day. The idiom stands for stop avoiding the main issue and speaking directly, beat around the bush. താഴെ പറയുന്നവയിൽ ശരിയായ പദം അതിരഥൻ. ഉപക്രമം എന്ന പദത്തിന്റെ വിപരീതം ഉപസംഹാരം. പൂവമ്പ് എന്നത് പിരിച്ചെഴുതിയാൽ പൂ പ്ലസ് അമ്പ്. താഴെ തന്നിരിക്കുന്നവയിൽ സ്ത്രീലിംഗം നങ്ങ്യാർ. മഞ്ഞ് നീഹാരം. താഴെ തന്നിരിക്കുന്നവയിൽ ബഹുവചനത്തിന് ഉദാഹരണം മിടുക്കർ. അമരം പിടിക്കുക എന്ന ശൈലിയുടെ അർത്ഥം വഴി കാണിക്കുക. കുടിക്കാൻ ആഗ്രഹിക്കുന്നവൻ പിപാസു. 10-15 എന്ന പദത്തെ ഘടകമാക്കുക. 10-15. ടിറ്റ് ഫോർ ടാറ്റ് എന്ന ഇംഗ്ലീഷ് ശൈലിയുടെ ശരിയായ പരിഭാഷ ഉരുളയ്ക്കുപ്പേരി. എക്സാം അനലൈസ് ചെയ്യുമ്പോൾ ഒരു മീഡിയം ലെവല് റേഞ്ച് വരുന്ന എക്സാം ആണ്. ഇതിനു മുമ്പുള്ള ബീറ്റ് ഫോറസ്റ്റ് ഓഫീസേഴ്സിൻ്റെ എക്സാമിൽ 60ൻ്റെ അടുത്തായിട്ടാണ് കട്ട് ഓഫ് വന്നിട്ടുള്ളത്. എന്നാൽ ഇതിൽ കുറച്ചും കൂടി കുറവാവാനാണ് സാധ്യത. ഒരു 45 to 60 അല്ലെങ്കിൽ 65ൻ്റെ റേഞ്ചിലായിരിക്കും കട്ട് ഓഫ് വരിക. 100 മുതൽ 300 വരെയാണ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന ആൾക്കാരുടെ എണ്ണം. അതിൽ ഇതുവരെ അഡ്വൈസ് പോയിട്ടുള്ളത് ഒരു 50-30 അതിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ നമുക്ക് ഏകദേശം എത്ര മാർക്കാണ് ഓരോരുത്തർക്കും കിട്ടിയതെന്ന് അറിഞ്ഞാൽ കട്ട് ഓഫ് ഒന്ന് അനലൈസ് ചെയ്യാൻ കഴിയും. താങ്ക് യു ഫോർ വാച്ചിങ്.